ഞങ്ങൾ പോട്ടെ. എനിക്കൊരാളെ കാണാനുണ്ട്. ഒരാളുണ്ട്. എനിക്കൊരു കടം തീർക്കാണ്ട്. അയ്യോ എനിക്കൊരാളെ കാണാനുണ്ട്. ഞാൻ ഒരു കടം തീർക്കാണ്ട്. ഞങ്ങളുടെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ നിഷാന പപ്പ പറഞ്ഞത് ആരും കാണിക്കില്ലെന്നാണ് ഒളിപ്പിച്ചു വെക്കാനാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. പറയണോ? എന്തോ എന്താ പറയണ്ടേ? പറയാം. പറയണോ? പപ്പ എന്നെ കൊല്ലും. ഇത് ആരും കുട്ടിയില്ലെന്ന് പറഞ്ഞ ഭാഗമായിരുന്നു. പറയാം. അതെ. ഇത് പേര് ലിനു എന്നാണ്. ഞങ്ങൾ വളരെ രഹസ്യമായി മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ നമുക്കെല്ലാം അങ്ങനെ മറച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ടും ഇവിടെ ഇങ്ങനെ. അപ്പൊ പേര് ലീനു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എല്ലാരും കാണാൻ ഒരുപാട് ഹാപ്പി. ഞാൻ ഇത്ര ആൾക്കാർ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് തന്നെ വലിയ കാര്യമല്ലേ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത്, ഞാൻ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ എൻ്റെ വിനിച്ചേട്ടനും നമ്മുടെ ഷിമീരിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒറ്റക്കാ കയറി പോകുന്നേ. അപ്പൊ ഞാനിവിടെ തിരിച്ചു വരുമ്പോഴത്തേക്കും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാനൊരു സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു. ബിഗ് ബോസിലൊക്കെ എത്തിയ സമയത്ത് ഞാൻ ലാലേട്ടൻ എപ്പിസോഡ്സ് പറഞ്ഞിട്ടുണ്ട്. 19 പേരില് ആ ഹൗസിലുണ്ടായിരുന്ന 19 പേരിൽ